പ്രശോഭേ, നീ ആ ക്വാളിറ്റി ടെസ്റ്റിംഗ് സെക്ഷനിലേക്ക് ഒരു 15 പേരെ പുതിയതായിട്ട് എടുക്ക്. അയ്യോ 15 പേര് വേണോ? ഇപ്പൊ തന്നെ അവിടെ ഏകദേശം 20ഓളം പേരുണ്ട്. ഒരു 10 പേര് പോരെ? അതിൽ 13 പേരെ നമ്മൾ പാക്കിംഗ് സെക്ഷനിലോട്ട് ഇടുക. മനസ്സിലായോ? പിന്നെ 2 പേരെ ഉള്ളത് ബാക്കിയുള്ളത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വേണം കാര്യങ്ങൾ നീക്കാനായിട്ട്. അല്ലമ്മ, അമ്മ ഇത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണത്? എടാ, കാലം എത്ര ആയി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. കൊള്ളാം. ഞാനൊക്കെ 2 തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്താലേ എനിക്കൊരു കൺഫർമേഷൻ എങ്കിലും കൊടുക്കാൻ പറ്റും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഈ ബിസിനസ്സിനകത്ത് റിലേഷൻ നോക്കും. പൊന്നും മോനെ, അതൊക്കെ നോക്കിയാലുണ്ടല്ലോ നമുക്ക് നേരെ ഒരു കാര്യവും നടത്താൻ പറ്റത്തില്ല. ബിസിനസ് ഇസ് ഓൾവേസ് ബിസിനസ്. അത് റിലേഷനായിട്ട് കൂട്ടിക്കുഴയ്ക്കൽ. അപ്പൊ ഇനി എന്തായാലും ബാക്കി ഡിസ്കഷൻ ചായ കുടിച്ചിട്ടാവാം. ഓ, വന്നല്ല. അയ്യോ, അത് ശരി. അപ്പൊ ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും ഇല്ല. അയ്യോ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് എടുക്കട്ടാ? വേണ്ട, ഇങ്ങോട്ട് എടുക്കണ്ട. അല്ല, എന്തുവാ ഇത് കഴിക്കാൻ ഉണ്ടാക്കിയേ? ഇന്ന് ഇഡ്ഡലി സാമ്പാറാണോ? ഉണ്ടാക്കിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ചോദിച്ചത്. അല്ല, രാവിലെ വല്ലതും ഉണ്ടാക്കിയോ അതോ ഈ ചായ കൊണ്ട് കിടന്ന് കറങ്ങുന്നേ ഉള്ളോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കൊച്ചുമ്മ അങ്ങനെയല്ല, ആര് കഴിച്ചാലും ഇല്ലെങ്കിലും കറക്റ്റ് 8 മണിയാകുമ്പോ ഡൈനിങ് ടേബിളിൽ ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കി വയ്ക്കും. ജോലിയെല്ലാം പിന്നെ കഴിച്ചാലും ഇല്ലെങ്കിലും ശരി. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ആരും കഴിച്ചില്ല. അപ്പൊ നീ അതെന്ത് ചെയ്യും? പുറത്ത് കളയും. അത്രേ അല്ല, അങ്ങനെ കളഞ്ഞാൽ തന്നെയും അത് എന്റെ ജോലി കൃത്യമായിട്ട് നടത്തുന്നുണ്ടല്ലോ, അതാണ് എന്റെ കാര്യം. അത് ശരി. ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് കുറെ നിന്റെ അകത്തോട്ടും കളയും, ബാക്കിയെല്ലാം പുറത്തോട്ടും കളയും. കൊള്ളാം മോനെ. അടുത്ത മാസം ശമ്പളത്തിൽ നിന്ന് 500 രൂപ കട്ടി. അത് കുറയ്ക്കാമ. കഴിച്ചതല്ലേ എന്റെ പൊന്നു കൊച്ചമ്മ. ഞാനേ ഇത് കണ്ടിട്ടാണ്, അടുത്ത മാസത്തെ ശമ്പളം കണ്ടിട്ടാണ് ഞാൻ പുതിയ ചിട്ടി ചേർന്നത്. പുതിയ ചിട്ടിയാ? അപ്പൊ നമ്മുടെ പൈസക്കൊന്നും വിലയില്ല, അണ്ണന്റെ പൈസക്ക് വിലയുണ്ട്. ഞാൻ ഇനിയിപ്പോ ഒരു സത്യം പറയാം. ഞാൻ പറഞ്ഞ മൊത്തം കള്ളമാണ്. മൊത്തം കള്ളം? അത് ശരി. അയ്യോ, നീ അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കള്ളം അല്ലാതെ അല്ല, ഇനി പറയാൻ പോകുന്ന സത്യമാണ്. അതായത് ഞാന് ഒരു ആഹാര സാധനം കളയില്ല. അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി തരും. എടാ മഹാഭാവി, പഴയ സാധനം എടുത്ത് ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കിയാണ് ഈ വയസ്സായ എനിക്ക് നീ തരുന്നതല്ലേ ഇത്രയും മരുന്ന് കഴിക്കുന്നത് എനിക്ക്? അയ്യോ, എന്റെ 1000 രൂപ കട്ട് ചെയ്യും ശമ്പളത്തിൽ നിന്ന്. ഈ മാസത്തെ അല്ല, കഴിഞ്ഞ മാസത്തെ കട്ട് ചെയ്യണം. അതാണ്. ഒന്നും കട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ശമ്പളം അതിൽ നിന്ന് കിടന്ന് കട്ട് ചെയ്യേണ്ട. നീ പറഞ്ഞതാ പഴയതെടുത്ത് ചൂടാക്കി തരുമെന്നും അതൊന്നും ഇതൊന്നും ഒക്കെ. ചുമ്മാ പറഞ്ഞേ. കൊച്ചമ്മ, ഞാൻ ചന്തയിൽ പോയിട്ട് വരാം. പോട്ടെ, ചന്ത പോട്ടെ. പിന്നെ ഒരു കാര്യം മറന്നു, ചന്തയിൽ പോകാനുള്ള സഞ്ചി എടുത്തില്ല, അടുക്കളയിൽ തന്നെ എടുക്കണം. ശരിയേ? ഓരോന്ന് പറയുമ്പോ ഉടനെ കയറി അങ്ങ് തിരിച്ചു. അതെ, ഇനി കൊണ്ടുപോവാ പഴഞ്ചത് ചൂടാക്കി കേട്ടോ, ഞങ്ങള് തിന്നാം. ഇവന്റെ കാര്യം കൊണ്ട്. നീ ഇന്നലെ വന്നായിരുന്നോ? ഇന്നലെ വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. അത് ശരി. എന്താണ് രണ്ടുപേരും കൂടെ അക്കൗണ്ട്സ് നോക്കുകയാണോ കമ്പനിയുടെ? പിന്നെ അവനെ ഇതൊന്നും ബാധിക്കണ പ്രശ്നമല്ല. ചേട്ടാ, വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ പോട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ മാറി നിൽക്കാൻ വളരെ എളുപ്പമാ പോനെ. അമ്മ തുടങ്ങി. അങ്ങനുണ്ട് അമ്മ തുടങ്ങിയത്. ഞാനൊന്നും പറയുന്നില്ലേ, നീ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തു. അമ്മ, ഒരു ദിവസം ഞാൻ അമ്മയെ നല്ല രീതിക്ക് പ്രൗഡാക്കും. പേടിപ്പിക്കാതെ. തൽക്കാലം ഞാൻ പെട്ടെന്ന് ചായ കുടിക്കട്ടെ. നോക്ക്, എല്ലാം നോക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.